ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലാത്തൊരു അത്ഭുതമാണല്ലേ. ബിസ്മില്ലാഹിയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന അമൽ നിങ്ങളൊന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നാലേ ജീവിതത്തിൻ്റെ കളറങ്ങ് മാറും. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്ന സ്വഭാവമുണ്ടോ? പേടിച്ചിട്ട്? ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഈ അമലൊന്ന് ചെയ്താൽ മതി. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, കയ്യിൽ 5 പൈസ ഇരിക്കണില്ല, ഈ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ കഷ്ടപ്പാടാണെന്ന് ഏതോ ഒരു ആളോട് ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എത്രയും പെട്ടെന്ന് വീട് മാറണം കേട്ടോ, ഈ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഈ വാസ്തുവിൻ്റെ കിടപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട് മാറാൻ നിൽക്കുന്നവരെ ഒരു വാസ്തുവും നിങ്ങളൊന്നും ചെയ്യൂല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ബിസ്മില്ലാഹിയുടെ അമൽ ചെയ്താൽ ആ വീട്ടിലെ ഏത് പിശാചും വിരണ്ടോടും. അതുമാത്രമല്ല, സാമ്പത്തികമായും ശാരീരികമായും മാരക അസുഖങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലാത്ത പവറുള്ളൊരു മരുന്നാണ്. എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, നമുക്കൊന്ന് പഠിക്കാം അല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ ബിസ്മില്ലാഹി വല്ലാത്തൊരു കിടിലൻ മരുന്ന് തന്നെയാണല്ലേ. ബിസ്മില്ലാഹിയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി. കപ്പൽ ഓടാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ല ചൊല്ലുമ്പോൾ കപ്പലിങ്ങനെ ഓടിത്തുടങ്ങും, ബിസ്മില്ല ചൊല്ലുമ്പോൾ കപ്പൽ നിൽക്കും. അപ്പോൾ ഒരു വലിയ കപ്പലിനെ ചലിപ്പിക്കുന്നതും നിർത്തുന്നതും ബിസ്മില്ല എന്ന അത്ഭുതമാണ്. സുബ്ഹാനക യാ റബ്ബ് ഇല്ലേ. ബിസ്മി കൊണ്ട് എന്ത് തുടങ്ങിയാലും ബർക്കത്താണെന്നാണ്. എങ്ങനെ? ബിസ്മില്ല കൊണ്ട് എന്ത് തുടങ്ങിയാലും ബർക്കത്താണ്. അപ്പോൾ ബിസ്മില്ലാഹിയുടെ ബർക്കത്ത് എത്രയായിരിക്കും? മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസിനൊരു കത്തെഴുതുക. ആ കത്തിലൊന്നും ഉണ്ടായില്ല. ഫഇന്നഹു മിൻ സുലൈമാൻ, സുലൈമാനിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ല കണ്ടപ്പോഴേക്ക് ഭയന്ന് വിറച്ച് ബൽഖീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ വമ്പൻ സംഭവം തന്നെയാണല്ലേ. ആ ബർക്കത്ത് തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹസീനത്തുൽ അസ്റാർ പോലുള്ള കിതാബുകളിൽ പറഞ്ഞ ചില ഫായിദകൾ, ചില അമലുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞുമക്കൾ ഇതുപോലെ പേടിച്ച് കരയുന്നവരുണ്ട്, അതുപോലെ അസുഖബാധിതരുണ്ട്, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്ന് പറയുന്നവരുണ്ട്, സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കച്ചവടത്തിൽ പരാജയപ്പെട്ടു പോയവർ, എല്ലാവർക്കും കിടിലൻ മരുന്ന് ഈ ബിസ്മില്ലാഹിയിലുണ്ട്. അപ്പോൾ റെഡിയല്ലേ പഠിക്കാനായിട്ട്? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ മൻ കച്ചബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി വറഖത്തിൻ 21 മറ. നിങ്ങളുടെ വീട്ടിലെ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങൂല, ഭയങ്കര കരച്ചിലായിരിക്കും ചില കുട്ടികൾ. പലരും വന്ന് സങ്കടം പറയാറുണ്ട്, ഉസ്താദേ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടിട്ട് 10-25 ദിവസമേ ഉള്ളൂ, രാത്രി ഉറങ്ങണില്ല, ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നു, ഭയങ്കര കരച്ചിലാണ്. അല്ലെങ്കിൽ 1 വയസ്സായ കുട്ടിയാണ്, ഉറങ്ങുന്നില്ല, ഭയങ്കര കരച്ചിലാണ്. ഇങ്ങനെ പരാതി പറയുന്നവർ, സങ്കടം പറയുന്നവരൊക്കെ ധാരാളം ആളുകളുണ്ട്. അവരോട് പറയട്ടെ, മൻ കച്ചബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫി വറഖ. ഒരു പേപ്പർ എടുക്കുക, ഒരു പ്ലെയിൻ പേപ്പർ, അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതുക. 21 മറ, 21 തവണ. എത്ര തവണ? 21 തവണ. എന്നിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത് കെട്ടിക്കൊടുക്കുക. ഏലസുപോലെ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് തന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ തന്നെ കെട്ടിക്കൊടുത്താലും മതി. മനസ്സിലായോ? അത് അപ്പോൾ ആരും കാണണമെന്നൊന്നുമില്ലല്ലോ. ആ കിടക്കുന്ന സമയത്ത് അത് കെട്ടിക്കൊടുത്താൽ തന്നെ കാവലാണ്. ജാല അൻഹു ദാലിക ബിഇദ്നില്ലാഹി തആല. അങ്ങനെ ചെയ്തു കൊടുത്താൽ കുഞ്ഞിന് നേരിടുന്ന ആ പ്രയാസം അള്ളാൻ്റെ അനുമതിയോടുകൂടെ അതങ്ങ് പോവും. അള്ളാൻ്റെ അനുമതിയാണ് ഇതിൽ പ്രാധാന്യം അല്ലേ. എന്ത് അമല് ചെയ്താലും ഇതൊക്കെ ഫലിക്കണമെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കണം. അതിപ്പോൾ സിഹർ ചെയ്യപ്പെട്ടാലും സിഹർ ഫലിക്കണമെങ്കിലും വമാ ഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ സിഹർ പോലും ഫലിക്കുള്ളൂ. അപ്പോൾ ഹൈറും ഷെറുമൊക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ റബ്ബിൻ്റെ ഉദ്ദേശം കൊണ്ട് നിങ്ങൾ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ആ സംഗതി, ആ ഷർറങ്ങ് നീങ്ങിപ്പോകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല, ഔ അലഖത്തിൽ ഹിഫ്ളിൽ ഔലാദ് അൻ ജമീഇൽ ആഫാത്ത്.
ഇത് പേടിച്ച് കരയുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു ഏലസ് പോലെ എഴുതി കെട്ടിയാൽ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ എവിടെയെങ്കിലും എഴുതി ഇത് കെട്ടിക്കൊടുത്താൽ എത്ര തവണ? 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല നീയത്തിൽ വുളുവോടുകൂടെ ഇരുന്ന് അതിങ്ങനെ എഴുതി കെട്ടിക്കൊടുത്താൽ, അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് അതിങ്ങനെ കെട്ടിക്കൊടുത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? എല്ലാ അപകടങ്ങളിൽ നിന്ന് പടച്ചോൻ കാവൽ കൊടുക്കും. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ, വഴിയിൽ പലപ്പോഴും ഒറ്റക്കാകുമ്പോൾ അള്ളാൻ്റെ ഒരു പ്രത്യേകമായ കാവൽ കിട്ടാൻ, അപകടങ്ങളിൽ നിന്ന് സുരക്ഷ ലഭിക്കാൻ ഒരുപാട് വണ്ടികളുണ്ട്. ഈ വണ്ടികൾക്കിടയിലൂടെയൊക്കെ നമ്മുടെ മക്കൾ യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ ഈ അമൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ സെറ്റാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രണ്ടാമതൊരു വിഷയം എന്താണ്? വീട്ടിൽ സമാധാനമല്ല ഉസ്താദേ. ഞങ്ങൾ കുറേ പേരോട് പറഞ്ഞു, അപ്പോൾ അവരൊക്കെ പറഞ്ഞു വീട് മാറ് എന്നാണ്. പറയണവന് ഭയങ്കര എളുപ്പമാണ് വീട് മാറുമെന്ന് പറയാനായിട്ട്. പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണ്. ഇനി അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറിക്കോളാൻ പറഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കരുത്, വേഗം മാറിക്കൊള്ളണം. ഇതൊന്നുമല്ല. ഏതെങ്കിലുമൊക്കെ അസ്മാവ് പണിക്കാരൻ്റെ അടുത്ത് പോകും, അയാൾ പറയും വീട്ടിൽ പ്രശ്നമുണ്ടല്ലേ, എന്നാൽ മാറിക്കോ. പിന്നെ അവനിങ്ങനെ തന്നു വെച്ചേക്കാണല്ലോ പൈസ. അപ്പം ഈ അസ്മാവിൻ്റെ പണിക്ക് ഇരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഒരു ഞാൻ പറയാമല്ലോ 100 അസ്മാ ചെയ്യുന്ന ആളുകൾ, അസ്മാ കൊണ്ട് ചികിത്സ നടന്നവരുണ്ടെങ്കിൽ 99 കള്ളന്മാരായിരിക്കും. അവർ സാമ്പത്തിക ലക്ഷ്യം വെച്ചിരിക്കുന്നവരായിരിക്കും. എല്ലാവരും കുറ്റപ്പെടുത്തില്ല, നല്ല ആളുകളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അവരൊന്നും ഒരു മംഫഅത്തിനായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രമായിട്ടിരിക്കാറില്ല. പക്ഷേ ഇത് ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരുപാട് ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ പോകാനും പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈമാനും കൂടെ അവരെടുത്തുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അതിപ്പോൾ വിദേഹത്തുകാരിൽ ജിന്ന് സെൻറ്റർ വരെ ഉണ്ടെന്നാണ്, ജിന്നിനെ ഓടിക്കാനായിട്ട് വടിയെടുത്തടിക്കുന്ന മുജാഹിദ് മൗലവിമാർ വരെ ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ മേഖലയിലും തട്ടിപ്പുകൾ ഇങ്ങനെ വ്യാപകമാണ്. അള്ളാഹു എല്ലാവർക്കും ബോധം കൊടുക്കട്ടെ. അപ്പോൾ ഹക്കായ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് മാത്രം പോവുക. അത് പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് അവിടെ നിൽക്കരുത് കേട്ടോ, നമ്മൾ മാറണം. ഇനി വീട്ടിൽ എപ്പോഴും ഷർറാണ് ഉസ്താദ്, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? വേറെ വീട് വെക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ വേറെ വീട്ടിലേക്ക് മാറാനായിട്ട് കയ്യിലഞ്ച് പൈസയില്ല, ഈ വീട് വിൽക്കണമെന്ന് പലരും പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വമൻ കച്ചബഹാ ഫീ വറഖത്തിൻ ഖംസൻ വസലാസീന മറ, ഒരു പേപ്പറിൽ 35 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുക. എത്ര തവണ? അത് കൂടെ കുറേയൊന്നും ചെയ്യരുത് കേട്ടോ. ഓരോന്നിനും ഓരോ കണക്കുണ്ട്. കൂടിയാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് ഒരു നേരം 2 എടുത്ത് അടിക്കരുത്, പിന്നെ ആൾ പ്രയാസപ്പെടും. അപ്പോൾ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് അത് ചെയ്യുക. 35 തവണ ഒരു വെള്ള പേപ്പറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയാൽ ലം യദ്ഖുലുഹു ശൈത്താൻ, ആ വീട്ടിലേക്ക് പിന്നെ പിശാച് കയറൂല. അത് എഴുതിയിട്ട് എന്ത് ചെയ്യുക? വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ വെക്കുക. ഒരു വാസ്തു പുരുഷൻ അങ്ങനെ ഒരു കിടപ്പൊന്നും ഇസ്ലാമിലില്ല കേട്ടോ. വാസ്തുവിൻ്റെ കിടപ്പൊന്നും അങ്ങനത്തെ കിടപ്പൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു പുരുഷനും ഇസ്ലാമിലില്ല. നല്ല ഹൈറായ വീട് വെക്കുക. വീട് വെക്കുന്ന സമയത്ത് നല്ല സ്ഥലത്താണോ എന്ന് നോക്കുക. അത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു ബറക്കത്തുള്ള സയ്യിദിനെ കൊണ്ടോ ഒരു ആലിമിനെ കൊണ്ടോ ഒന്ന് വീട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. നല്ല പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മുത്ത് ഹബീബിൻ്റെ മൗലിദുകളൊക്കെ ഓതിയിട്ട് വീട് ഉദ്ഘാടനം ചെയ്യുക. എന്നിട്ട് വീട്ടിൽ നിസ്കാരവും കാര്യങ്ങളും ദീനൊക്കെ ഉണ്ടാവണം. നിസ്കാരമില്ല, ഒന്നുമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് ഉസ്താദേ, സമാധാനമില്ല ഉസ്താദേ എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കുക. അത് മാത്രമല്ല, ഇത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം തക്സുറു ഫീഹിൽ ബറക ഫീ മാലിഹി വ കസ്ബിഹി. ഈ വീട്ടിൽ 35 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആ പേപ്പർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുക എന്താണെന്നറിയോ? ഒന്ന് നമ്മൾ പറഞ്ഞു, ആ വീട്ടിലേക്ക് പിശാച് കയറൂല. അതുമാത്രമല്ല, നിങ്ങളുടെ ബറക്കത്ത് വല്ലാതെ അങ്ങ് വർദ്ധിക്കും. ആ വീട്ടിൽ ബറക്കത്ത് വല്ലാതെ വർദ്ധിക്കും. എന്തിലൊക്കെ? ഫീ മാലി, ആ വീട്ടിൽ താമസിക്കുന്നവൻ്റെ പൈസയിൽ ബറക്കത്തുണ്ടാവും. കോടീശ്വരനാകും എന്നൊന്നുമല്ല, എന്നാൽ ആക്കി കൂടായികയില്ല. പിന്നെ ഉള്ള പണത്തിൽ സന്തോഷം ലഭിക്കും. ആ വീട്ടിൽ വല്ലാത്തൊരു ബറക്കത്ത്. വകസ്ബി, അതുപോലെ തന്നെ അവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ല അല്ലേ? അവൻ്റെ ജോലിയിലും ഒന്ന് ബറക്കത്ത് കൊടുക്കും. ജോലിയിലും ബറക്കത്ത്, വീട്ടിലും ബറക്കത്ത്. അങ്ങനെ വീട്ടിൽ ഭയങ്കരമായ സന്തോഷം നിറയുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൻ അല്ലഖഹ ഫീ ദുഖാനിൻ, ഇനി അവൻ ജോലി ചെയ്യുന്ന കടയിൽ, അവൻ്റെ ഒരു കടയുണ്ട്, ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്, അവിടെ ഇത് എഴുതി വെക്കുകയാണെങ്കിൽ എത്ര തവണ? നമ്മൾ പറഞ്ഞു 35 തവണ എഴുതി വെച്ചാൽ വഅല്ലാഹു അൻഹു അയുനിൽ ഹാസിദീന വദ്ദാലിമീൻ, അക്രമികളുടെ അതുപോലെ തന്നെ അസൂയക്കാരുടെ കണ്ണിനെ അള്ളാഹ് മറച്ച് കളയും. അവരുടെ കണ്ണേറൊന്നും നിങ്ങളുടെ കടയിലേക്ക് വരിക. കണ്ണേർ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന ഓടി നടക്കുന്ന മനുഷ്യനെ ചട്ടിയിലാക്കാൻ കണ്ണേറിന് പറ്റുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ണേറും പ്രയാസങ്ങളൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള കടയിലൊക്കെ എന്ത് ചെയ്യുക? ഇതൊക്കെ ചിലർ പറയാൻ ഉസ്താദേ കച്ചവടം 500 രൂപ പോലും കയ്യിലിരിക്കണില്ല എന്നാണ് അല്ലേ? ഡെയിലി കച്ചവടം ചെയ്തിട്ട് 500 രൂപ പോലും ലാഭം കിട്ടണില്ല ഉസ്താദേ, വല്ലാത്ത പ്രയാസത്തിലാണ്. ആ കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ മാറുന്നേ. നല്ല നെയ്യത്തിൽ ബിസ്മില്ല കൊണ്ട് എൻ്റെ നാഥൻ എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഒരു 35 തവണ വെള്ള പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ കടയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത്
ബഹുമാനാദരവോടുകൂടെ വെക്കുക. അള്ളാഹു കാവല് തരും എന്നുള്ളതാണ്. ഇനി മഹത്തുക്കൾ പറയുന്നുണ്ട്, ഇനി ഈ ബിസ്മില്ലയിലെ ഇസ്മ ഏറ്റവും വലിയ മഹത്വം എന്താ ബിസ്മില്ലയുടെ? അതിൽ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മുണ്ട് അല്ലേ? ആ ജലാലത്തിൻ്റെ ഇസ്മ വമൻ കച്ചബ ലഫ്ളത്തൽ ജലാല 66 മറ ഫീ കഅസിൻ നദീഫ്. ഒരു നല്ല വൃത്തിയുള്ള പാത്രത്തിൽ, വെള്ളപ്പാത്രം, വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു പാത്രത്തിൽ 66 തവണ അല്ലേ, 66 തവണ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ എഴുതിയാൽ ഈ പിഞ്ഞാണൊക്കെ എഴുതുന്ന മഷി കിട്ടും, അതിലെഴുതാം, അല്ലെങ്കിൽ പനിനീര് കൊണ്ട് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ 66 തവണ എഴുതിയിട്ട് രോഗിയെ കുടിപ്പിച്ചാൽ, രോഗി അത് കുടിക്കുക, അത് മായിച്ച് കുടിക്കുക. ആ രോഗത്തിന് അള്ളാഹു ശമനം തരും. മരണം അള്ളാഹ് ആ രോഗത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ രോഗത്തിന് അള്ളാഹ് ക്ഷമ തരും. അള്ളാഹു ആഫിയത്ത് തരുമെന്ന്, ശമനം തരും. ആ രോഗത്തിന് അള്ളാഹു ശമനം തരും. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു റബ്ബുൽ ആലമീൻ തരും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ രോഗികളുണ്ടെങ്കിൽ, ഇനി നമ്മൾ തന്നെ രോഗികളാണെങ്കിൽ ഈ പറയുന്ന സംഗതികളൊക്കെ ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക അല്ലേ? ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നെന്താ പഠിച്ചത്? നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ 21 തവണ പേപ്പറിൽ എഴുതിയിട്ട് അത് അവർക്ക് കെട്ടിക്കൊടുക്കുക. പിന്നെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ, വീട്ടിൽ ശൈത്വാൻ്റെ ഷർറ് മാറാൻ, കടയിൽ കച്ചവടം വർദ്ധിക്കാൻ, കണ്ണേറിൽ നിന്ന് കാവൽ ലഭിക്കാൻ 35 തവണ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവിടെ സൂക്ഷിച്ച് വെക്കുക. പിന്നെയോ രോഗികൾ 66 തവണ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ, വേറൊന്നും വേണ്ട, ബിസ്മില്ല ഫുള്ള് വേണ്ട, അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ 66 തവണ ശുദ്ധമായ വെള്ള പാത്രത്തിൽ, വേറൊന്നും ഉണ്ടാകാൻ പാടില്ല, പ്ലെയിനായിട്ടുള്ള പാത്രത്തിൽ എഴുതിയിട്ട് രോഗിയെ അത് കുടിപ്പിച്ചാൽ രോഗത്തിന് ശമനം ആസ്വദിക്കാൻ പറ്റുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പറയുന്നുണ്ട്. പിന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ പറയാനുള്ള ഉസ്താദ്, ഇങ്ങനെ ഈ എന്താ പറയുക, ഏലസൊക്കെ എഴുതി കെട്ടൽ ശിർക്കല്ലേ, ശിർക്കാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ആ പറയുന്നവർ അറിവില്ലാത്ത സാധുക്കളായ പമ്പരവെട്ടികളാണ്. ഉസ്താദ് ഇപ്പോൾ ഒരു ഹദീസ് പറയുന്നുണ്ടല്ലോ, ആണോ? എന്താണ് ഹദീസ്? മൻ അല്ലഖ ചമീമച്ചൻ ഫഖദ് അശ്റക. എന്താണ് ഹദീസിലുള്ളത്? ആരെങ്കിലും, അവർ പറയുന്ന അർത്ഥം, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഹദീസ്? ഇത് ചില വിദേഹത്തുകാരും പറയുന്നുണ്ട്. മാത്രമല്ല, മക്കത്ത് ആരാണ്ട് ഹജ്ജിന് പോയപ്പോൾ ഒരാളുടെ ശരീരത്തുണ്ടായ ഏലസ് അവിടുത്തെ മൊല്ലാക്ക, മുത്തവ്വ അല്ലേ, മുത്തവ്വ, അതൊരു മൊല്ലാക്കായിട്ട് വലിയ അറിവുള്ളവരെന്ന്. ചിലപ്പോൾ ബംഗാളി ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല, അറിവൊന്നും ഉണ്ടാവില്ല. കുറച്ച് വിദേഹത്ത് തലയിൽ കയറ്റി വെച്ചിട്ട് വലിയ അറിവാളിയെ പോലെ വരും. പണ്ടൊരു തുർക്കിയിലെ പണ്ഡിതൻ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തുർക്കിയിലെ പണ്ഡിതൻ്റെ മുമ്പിൽ ഇതേപോലെ ഒന്ന് ബദരീങ്ങളുടെ അടുത്ത് നിന്ന് അവർ യാസീൻ ഓതണം. അപ്പോൾ ഇയാൾ ചോദ്യമായിട്ട് എന്നിട്ട് ആ പണ്ഡിതൻ തിരിച്ച് ചോദിച്ചപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ ഓടിക്കളഞ്ഞ മുത്തവ്വ. അത്രയേ ഉള്ളൂ, തിരിച്ച് ചോദിച്ചൊന്നും മിണ്ടാനുണ്ടാവില്ല. പിന്നെ സാധുക്കളി അറബിയിലൊക്കെ ഒന്ന് ഡയലോഗ് അടിക്കാനാണ് പോയത്, വലിയ പണ്ഡിതനാണെന്നൊക്കെ കരുതി തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. ഒരു പാവപ്പെട്ട മല്ലാക്ക. അപ്പോൾ അദ്ദേഹം വന്ന് ആ ചരടൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനല്ലേ, പിന്നെ എന്തിനാണ് അവൻ ഹജ്ജിന് അവിടെ വന്നത്? ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരാണെന്ന് ചിന്തി, നിങ്ങളൊരു ബോധം വേണ്ടേ? ശിർക്ക് ചെയ്യുകയാണെന്ന് പറയണേ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വരെ അവരിങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇപ്പോഴും തുടങ്ങിയതല്ല. മക്കത്ത് പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? 1925 അല്ലേ, ഇപ്പോൾ 2025 100 കൊല്ലം മുമ്പ് അവിടെ മക്ബറകൾ കെട്ടിപ്പൊക്കിയിരുന്നു. വമ്പൻ മീലാദ് പരിപാടികൾ, കഅബാലയത്തിൻ്റെ അകത്ത് വരെ മീലാദ് പരിപാടികൾ, വമ്പൻ പരിപാടി നടത്തിയിരുന്നു. 925 അവരെന്ത് ചെയ്തു? ഫലസ്തീനെ ഒറ്റുകൊടുത്തു ഇസ്രായേലികൾക്ക്. എന്നിട്ട് ഈ പറയുന്ന സൗദ് രാജ്യം, അറബ് രാജ്യം ഇവർ കൈക്കലാക്കി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്. ബ്രിട്ടീഷുകാർ ഓശാരായിട്ട് കൊടുത്തതാണ് ഫലസ്തീൻ വിട്ടുകൊടുത്തതിന്. മുസ്ലിങ്ങളുടെ നേതൃത്വമായ തുർക്കി ഭരണകൂടത്തെ തകർക്കാൻ കൂടെ നിന്നതിന് സമ്മാനം കിട്ടിയതാണ് യഥാർത്ഥത്തിൽ ഹിജാസിൻ്റെ ഭരണം. അങ്ങനെ ഒരുപാട് സുന്നികളായ ആളുകളെയും വലിയ ആലിമീങ്ങളൊക്കെ കഴുത്തറുത്ത് കൊന്നൊക്കെയാണ് അവർ അത് അധികാരം നേടിയത്. കിട്ടിയ പടി എന്ത് ചെയ്തു? മക്ബറകൾ തല്ലിപ്പൊളിച്ചു, അതുപോലെ തന്നെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊട്ടിച്ചു. ഇതൊക്കെയാണ് അവിടെ ചെയ്ത ഭയങ്കര മുന്നേറ്റം. ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, മക്കത്ത് മക്ബറ ഉണ്ടോ? മക്കത്തല്ലേ മക്ബറ വേണ്ടത്? മക്കത്ത് മക്ബറ ഇല്ലയെന്ന് ആരാണ് മോനെ പറഞ്ഞത്? അതൊക്കെ നിങ്ങൾ തട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കാണാമല്ലോ 925 മുമ്പ് ജന്നത്തുൽ ബഖീഅ മുഅല്ലയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആർക്കറിയാൻ പാടാച്ചത്? ഇച്ചിരി ബുദ്ധി പോരെ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മദീനത്തല്ലേ ലോകത്തെ ഏറ്റവും വലിയ മക്ബറ ഉള്ളത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വിരോധാഭാസം ഏലസ് കെട്ടൽ ശിർക്കാണെന്നൊക്കെ പറയും. ഞാനിവിടുത്തെ സാധുക്കളുടെ കാര്യം പറയാം, നമുക്കാരും കുറ്റം പറയണ്ടല്ലോ, മനസ്സിലാകാൻ വേണ്ടി പറയാം. ഏലസ് കെട്ടൽ ശിർക്കാണ്. ശരി, ഏലസ് കെട്ടാൻ മന്ത്രിച്ചു കൊടുക്കുന്ന ഉസ്താദിൻ്റെ പിന്നിൽ പോയിട്ട് ഇവർ നിസ്കരിക്കണം എന്തിനാണ്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഏലസ് കെട്ടൽ ശിർക്കാണെങ്കിൽ ആ മന്ത്രിച്ചു കൊടുക്കുന്ന വലിയാരും മുശിരിക്കാണ്, കാഫിറാണ് അല്ലേ? അയാളുടെ പിന്നിൽ പോയിട്ട് ഇവരെങ്ങനെ നിസ്കരിക്കണത്? ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ മുശിരിക്കാന്നും പറയും, അയാൾ ചെയ്യുന്ന ശിർക്കാന്നും പറയും, ബാക്കിൽ പോയി നിസ്കരിക്കുകയും ചെയ്യും. അത് എന്തുട്ട് തൗഹീദാണോ അത്? അതല്ല, അത്രയേ ഉള്ളൂ. മുശിരിക്കാന്നും പറയും,
മുശ്രിക്കായ ഏതെങ്കിലും ഒരുത്തൻ, ഇവരുടെ ഭാഷയിൽ മുശ്രിക്കായ അല്ലെങ്കിൽ സുന്നിയായ ഏതെങ്കിലും ഒരാളുടെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്യും. സുന്നിയായ പെണ്ണിനെ കല്യാണം കഴിക്കും. അതെങ്ങനെ ഒരു കാഫറിനെ കല്യാണം കഴിച്ചതിൻ്റെ കല്യാണം ശരിയാവണേ? ഇതൊക്കെ വെറും 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 ഡയലോഗുകൾ മാത്രമാണ്. പിന്നെ മക്കത്ത് നോക്കിയിട്ട് ദീൻ തീരുമാനിക്കുന്ന ഇസ്ലാം പറയുന്നില്ലേ? ചില ആൾക്കാർ അങ്ങനെയുണ്ട്. മക്കത്ത് എന്താ നടക്കണത് എന്നാൽ ചോദിക്കട്ടെ, മക്കത്ത് ഹറം പള്ളിയിൽ തറാവീഹ് 20 റക്അത്താണ്. നീ എത്ര തറാവീഹ് നിസ്കരിക്കണേ? അത് 8. അപ്പോൾ മക്കത്തോട്ടല്ല നമ്മൾ നോക്കേണ്ടത്, ഖുർആനിലേക്കും ഹദീസിലേക്ക്. അപ്പം അങ്ങനെ പറയും. അപ്പോൾ ഇത് ഇവരുടെ ഒരു സ്ഥിരം ഡയലോഗാണ്. പാവപ്പെട്ട വിവരമില്ലാത്ത വെഡിക്കുഷ്മാണ്ടങ്ങളാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ, മാറി കുറ്റം പറയേണ്ട, അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അല്ലേ, നമുക്ക് എങ്ങനെയാണോ പൂർവ്വസൂരികൾ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതെന്ന്, അതുപോലെ നമ്മൾ സ്വയം ഇജ്തിഹാദിനൊന്നും അതിൽ പോകണ്ട. നമ്മുടെ പൂർവികർ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ അങ്ങ് നിന്നാൽ ലൈഫ് സെറ്റാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. എന്താണ് ഹദീസ്? മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ എന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു. ഇത് വഹാബികൾ സുന്നികളെ മുശ്രിക്കാക്കുന്ന ഹദീസാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആ അർത്ഥമാണ് ഹദീസിന് പറയുന്നതെങ്കിൽ വേറൊരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ ഹദീസിലുള്ളതെന്നറിയോ? നിങ്ങൾ നോക്കിയേ. ഇന്നർ റുഖാ വത്തമാഇമ വത്തിവല ശിർക്കുൻ. എങ്ങനെ? ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർക്കുൻ. എന്തൊക്കെയാണ് അതിൽ പറയണത്? ഇന്നർ റുഖ തീർച്ചയായും മന്ത്രിച്ചൂതൽ, വത്തമാഇമ ഏലസ് കെട്ടൽ, വത്തിവല സിഹർ ചെയ്യൽ, ഇത് 3ഉം ശിർക്കാണ്. മന്ത്രിച്ചൂതൽ ശിർക്കാണെന്ന് ഈ ഹദീസിലുണ്ട്. ഈ പറയുന്ന വഹാബികളും മന്ത്രിക്കാറുണ്ട്. ഇനി ജിന്നിനെ ഇറക്കണ സെൻറ്ററുകൾ വരെ ഇവർക്കുണ്ട്. മന്ത്രിച്ചൂതാനായിട്ട് സെൻറ്റർ വരെ ഇക്കാലത്ത് ഇവർക്കുണ്ട്. മക്കത്തും മദീനത്തും വരെ സെൻറ്ററുകളുണ്ട്. അതിന് പേരൊക്കെ ഇച്ചിരി മോഡേണായിട്ട് ഇട്ടേക്കണത്. റുഖയ്യ ശറഇയ്യ എന്നൊക്കെ പറയും അല്ലേ? റുഖയ്യ ശറഇയ്യായ മന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ബോർഡ് കാണാം. അപ്പോൾ മന്ത്രം ശിർക്കാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വേണ്ടെന്നേ, ഇത് പഠിപ്പിച്ച മുത്തുനബി തന്നെ മന്ത്രിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ എന്നൊന്ന് മന്ത്രിച്ചാന്ന് പറഞ്ഞ് മടിയിൽ കിടന്നിട്ടുണ്ട്. സ്വഹാബത്ത് മന്ത്രിച്ചിട്ടുണ്ട്. അപ്പം നബി തന്നെ മന്ത്രിക്കുകയും ചെയ്തു. നബി തന്നെ ഇപ്പോൾ ഇത് ശിർക്കാണെന്നും പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെങ്ങനെ അത് റെഡിയാവണത്? അപ്പം എന്ത് മനസ്സിലാക്കണം? ഇതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. മന്ത്രിക്കരുത്, ഏലസ് കെട്ടരുത് എന്നൊക്കെ പറഞ്ഞത് ഷിർക്കിൻ്റെ മന്ത്രം മന്ത്രിക്കരുത്, ഷിർക്കിൻ്റെ ഏലസ് കെട്ടരുത്. ഇതേ ഉള്ളൂ സംഗതി. ഷിർക്കിൻ്റെ മന്ത്രം കണ്ട പൂജാരിമാരുടെ അടുക്കൽ പോയിട്ട് അതുപോലെ തന്നെ എൻ്റെ പ്രയാസം മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാരിയുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഗണിച്ചു നോക്കുന്ന ആളുടെ അടുക്കൽ പോയിട്ടൊക്കെ ഇത് മേടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ അവർ ശിർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അദ്കാറുകൾ കൊണ്ടോ ഇസ്ലാമിലെ പൂർവ്വസൂരികൾ പഠിപ്പിച്ച അദ്കാറുകൾ കൊണ്ടോ ഹലാലായ ദിക്റുകൾ കൊണ്ടോ മന്ത്രിച്ചാൽ എന്ത് ശിർക്ക്? എന്നാൽ പിന്നെ മരുന്ന് കഴിക്കൽ ശിർക്കാവൂലേ? അപ്പോൾ ചിലർ അത് ഏലസ് രോഗം മാറ്റുന്നാരാ വിചാരിക്കണേ? നീ മരുന്ന് കഴിക്കുമ്പോൾ പാരസിറ്റമോൾ കഴിക്കുക, തലവേദന എടുക്കുമ്പോൾ പാരസിറ്റമോളാണ് രോഗം മാറ്റണത്. അള്ളാഹു അവിടെ രോഗം മാറ്റണത്. പാരസിറ്റമോളും ഏലസും ഒരു കാരണം മാത്രമാണ്. ഈ ജാതി വിഡ്ഢികൾ അല്ലേ? അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം ഏലസ് കെട്ടൽ ശിർക്കാണെങ്കിൽ മന്ത്രിച്ചൂതലും ശിർക്കായിരിക്കും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതല്ല മക്കളെ, അവിടെ ഏലസ് ആണെങ്കിലും മന്ത്രിച്ചൂതലാണെങ്കിലും ശിർക്കാകുന്നത് എപ്പോഴാണ്? അത് ഷിർക്കിൻ്റെ മന്ത്രങ്ങൾ, ഷിർക്കിൻ്റെ ഏലസ്, അമ്പലത്തിൽ പോയി ഏലസ് മേടിക്കുമ്പോഴാണ് അത് ഷിർക്കാകുന്നത്. ഇനി വേണ്ട, ഈ ഹദീസിൻ്റെ വിശദീകരണം എന്താണ്? അത് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകളുടെ വിശദീകരണമായ ഫത്ഹുൽ ബാരി, ബുഖാരിയുടെ വിശദീകരണമാണ്. ആ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ റഹിമഹുല്ല കൃത്യമായിട്ട് രേഖപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ? ഹാദാ കുല്ലുഹു ഫീ തഅലീഖി തമാഇമി വഗൈരിഹാ مما ليس فيه قرآن ونحوه فأما ما فيه ذكر الله فلا نهي فيه فإنه إنما يجعل للتبرك به والتعوذ بأسمائه وذكره. ഇത്തരത്തിലുള്ള മുഴുവൻ ഹദീസുകളും ഖുർആനും മറ്റ് ദിക്റുകളും അടങ്ങിയ ഏലസുകൾ അല്ലാത്തതിനെക്കുറിച്ചാണ്. ഇത്തരത്തിലുള്ള ഹദീസുകൾ മുഴുവൻ ഖുർആനും ദിക്റും അടങ്ങിയ ഏലസുകളെക്കുറിച്ചല്ല, അതല്ലാത്തതിനെക്കുറിച്ചാണ്. ഖുർആൻ മറ്റ് ദിക്റുകൾ അടങ്ങിയ ഏലസിന് ഇസ്ലാമിൽ വിലക്കില്ല. അത് ബറക്കത്തിനും അതിൽ അസ്മാകളുണ്ട് കാവൽ ലഭിക്കാനും ശരീരത്തിൽ കെട്ടാവുന്നതാണെന്ന് പറഞ്ഞതാരാ? സ്വഹീഹുൽ ബുഖാരിയുടെ ശറഹായ ഫത്ഹുൽ ബാരിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് എത്ര എണ്ണുണ്ട് ഇല്ലേ? ഇനി വേണ്ടാന്നേ, ഇനി സ്വഹാബത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ഹദീസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ 6696 ഹദീസ്, തിർമിദി
3528 ഹദീസ്, അബീദാവൂദ് 3893 ഹദീസ്. അങ്ങനെ ധാരാളം മുസന്നിഫുകൾ, ധാരാളം മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ച ഹദീസാണ്. كان رسول الله صلى الله عليه وسلم يعلمنا كلمات نقولهن عند النوم من الفزع بسم الله أعوذ بكلمات الله التامات من غضب وعقابه. ഇത് മനോഹരമായൊരു ദിക്ർ ഇല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഉറക്കത്തിൽ പേടിച്ചുണർന്നാൽ അവൻ അഊദു ബികലിമാത്തി തുടങ്ങിയ ദിക്ർ ചൊല്ലട്ടെ എന്നാണ്. ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണർന്നാൽ അഊദു ബികലിമാത്തി തുടങ്ങിയ ദിക്ർ ചൊല്ലട്ടെ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഫക്കാന അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? യുഅല്ലിമുഹ മൻ ബലഗ മിൻ വലദിഹി അൻ യഖൂലഹ ഇൻദ നൗമിഹി വമൻ കാന മിൻഹും സഗീറൻ ലാ യഅഖിലു അൻ യഹ്ഫളഹ കതബഹ ലഹു ഫഅല്ലഖഹ ഫി ഉനുഖിഹി. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വലിയ സ്വഹാബിയല്ലേ. വലിയ കുട്ടികൾ, അവിടുത്തെ വലിയ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഉറങ്ങാനും കിടക്കാൻ നേരത്ത് ഈ ദിക്ർ ചൊല്ലണം. ഇനി ചെറിയ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾ എന്ത് ചെയ്തു? അവർക്ക് ഇത് ഏലസാക്കി കഴുത്തിൽ കെട്ടിക്കൊടുത്തു. എവിടെ കെട്ടിക്കൊടുത്തു? ആരാ ചെയ്തത്? സ്വഹാബത്തെ ചെയ്തത്. ഈ സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നല്ലാണ്ട് ചെയ്യുമോ? റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ സ്വഹാബി വരാണ്ടിരിക്കുമോ? അപ്പോൾ സ്വഹാബത്ത് ചെയ്ത കാര്യം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. എത്ര കൃത്യമാണത്. അപ്പോൾ അവർ ശിർക്ക് ചെയ്തു. അപ്പോൾ സ്വഹാബത്തൊക്കെ കാഫിര്യങ്ങളായി നിങ്ങൾ പറയേണ്ടി വരും. അസ്വഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ഏലസ് കെട്ടുന്നതിനോ മന്ത്രിച്ച് ഊതി കെട്ടുന്നതിനോ ഒന്നും ഇസ്ലാമിൽ പ്രശ്നമില്ല കേട്ടോ. അത് പറഞ്ഞത് ശിർക്കൻ മന്ത്രങ്ങളാണ്. നമ്മളാരും അമ്പലങ്ങളിൽ പോയി മന്ത്രിക്കാറില്ല, അവിടുത്തെ ഏലസ് കെട്ടാറില്ല. അങ്ങനെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നോളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കണം. അപ്പോൾ ബിസ്മില്ല കൊണ്ടുള്ള അമൽ കൃത്യമായിട്ട് ചെയ്യുക. അള്ളാഹു നമ്മുടെ ലൈഫ് സെറ്റാക്കി തരും. ഇന്നലെ നമ്മൾ ചോദിച്ചു, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആരാണത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണല്ലേ. അള്ളാഹു അവരുടെയൊക്കെ മദദ് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തെ മജ്ലിസിലുണ്ടാകണം. എല്ലാ ദിവസവും മജ്ലിസ് നടക്കുന്നുണ്ട്. മുങ്ങല്ലേ. വേറെ പരിപാടികളിലേക്കൊക്കെ പിന്നെ പോകാം. 10-20 മിനിറ്റുള്ള മജ്ലിസിൽ പങ്കെടുത്തിട്ട് ഓരോ ദിവസവും അങ്ങ് സെറ്റാകട്ടെ. നഷ്ടപ്പെടുത്തി കളയല്ലേ. പിന്നെ സ്വഭാവൽ ഖൈർ നമ്മൾ കണ്ടാൽ മാത്രം പോരാട്ടെ, എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാളെങ്കിലും ഡെയിലി നമ്മൾ ഈ മജ്ലിസിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കുടുംബക്കാരെയൊക്കെ കൊണ്ടുവരണമെന്നേ. നമുക്ക് എന്തോരം സന്തോഷമാണ് അള്ളാൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുക. കാരണം നമ്മൾ കാരണം ഒരാൾ ഹംദ് പറഞ്ഞാൽ, ഒരാൾ ദീൻ പഠിച്ചാൽ അതിൻ്റെയൊക്കെ കൂലി നമുക്കല്ലേ കിട്ടുക. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ. ഈ സദസ്സ് കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ഞങ്ങൾക്ക് തരണേ അല്ലാ. യാ റബ്ബന, ഞങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളെ, ഇണകളെ, കുടുംബത്തെ നന്നാക്കണേ അല്ലാ. ബറക്കത്ത് ചെയ്യണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. അദബുള്ളവരാക്കണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ ചമ്പുരാനെ, ഞങ്ങളിൽ അസുഖബാധിതർ ധാരാളമുണ്ട്. പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. ആജിലായ ശമനം തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം തരണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.